Look at Golgotha. The side of Christ is open blood and water flow forth. This is not defeat. This is the hour of redemption. From the pierced side of the new Adam comes the life of the church, the water of baptism, the blood of the Eucharist. Now, go back to the upper room. The upper room and Calvary are one mystery. At Calvary, Christ offers himself once for all. In the Eucharist, that one sacrifice becomes sacramentally present. This is my body. This is my blood! ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ വിമോചന പ്രാർത്ഥനാ ശുശ്രൂഷയുടെ 13-ാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി ഓരോ ഭാഗം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം കുറേ കൂടി അനുഗ്രഹമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. 6-ാമത്തെ വാക്യം, നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. നിങ്ങളെനിക്ക് പുരോഹിത രാജ്യമാണ്, അതുപോലെ തന്നെ നിങ്ങളെനിക്ക് വിശുദ്ധ ജനവും ആയിരിക്കും. ഇന്ന് ഒരു പരിധി വരെ ഒരുപാട് മനുഷ്യരനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്നും നമ്മുടെ നിയോഗം എന്താണെന്നുമുള്ള വ്യക്തതയില്ലായ്മ. ഒത്തിരി നുണകൾ നമ്മുടെ മനസ്സ് വിശ്വസിച്ചിട്ടുണ്ട്. എന്ത് നുണയാണ്? നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന്, നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലാത്ത ഒരുപാട് നുണകൾ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റിയെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി എന്നാണ് അതിന് പറയുന്നത്. മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി, തെറ്റിദ്ധരിക്കപ്പെട്ട നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ആരാണ്? ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് ഞാൻ വായിച്ചത്. പുറപ്പാട് 19:6. ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവത്തിന് നമ്മൾ ആരാണ്? നമ്മൾ പുരോഹിത രാജ്യമാണ്, വിശുദ്ധ ജനമാണ്. ഹോളി നേഷൻ ആൻഡ് പ്രീസ്ലി നേഷൻ. ഹോളി പീപ്പിൾ, പ്രീസ്ലി നേഷൻ. നമ്മൾ ഈ ഒരു വാക്കാണ് ഇന്ന് ധ്യാനിക്കുന്നത്. പുരോഹിത രാജ്യം. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത്, പ്രവാചകന്മാർ അവരോട് പറഞ്ഞിരുന്നു, പുരോഹിത രാജ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും പുരോഹിത ശുശ്രൂഷ ചെയ്യാനാണ്. അതായത് മറ്റെല്ലാ ജനതകൾക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ. ആരാണ് പുരോഹിതൻ? പുരോഹിതൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായി നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, മുൻപിൽ നിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ പുരോഹിത രാജ്യമാണ് എന്ന് പറയുമ്പോൾ അവർ മറ്റെല്ലാ ജനതകൾക്കും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരായിരുന്നു. അപ്പോൾ എന്താണ് പുരോഹിത രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുരോഹിതൻ്റെ ജോലി ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മനസ്സിലത് എഴുതി വെക്കുക. ഞങ്ങൾ പുരോഹിത രാജ്യമാണ്. ഇനി ഇത് നിങ്ങൾ വിചാരിക്കും, ഇത് പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിൽ ഞങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ 2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നമ്മളെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് ഈ കാര്യം പറഞ്ഞത് നമ്മൾ വായിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ
ഒന്നാമത്തെ ലേഖനത്തിലാണ്, 2-ാമത്തെ അധ്യായത്തിൽ ആദ്യം 5-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 2:5. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ, യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവും ആവുകയും ചെയ്യട്ടെ. നിങ്ങളൊരു പുരോഹിത ജനം ആവട്ടെ, അപ്പോസ്തലൻ പറയുകയാണ്. ഇനി 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവും ആണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അപ്പോൾ ഈ 1 പത്രോസ് 2-ലെ 2 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അത് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? നമ്മൾ പുരോഹിത രാജ്യമാണ്. ഇനി വെളിപാട് പുസ്തകത്തിൽ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഐഡൻറ്റിറ്റി ആസ് പ്രീസ്ലി നേഷൻ. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നും ഉണ്ടായിരിക്കട്ടെ. ഇനിയും കണ്ടെത്താൻ പറ്റും വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വേദപുസ്തകത്തിൽ നിന്ന് പതിയാൻ വേണ്ടി വാക്യങ്ങൾ കാണിച്ചു എന്നേ ഉള്ളൂ. എന്താണ് പറഞ്ഞു വരുന്നത്? ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മൾ ആരാണ്? നമ്മൾ പുരോഹിത രാജ്യമാണ്. അപ്പോൾ ദൈവം നമ്മളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളെ പുരോഹിത രാജ്യം ആക്കാനാണ്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, വിമോചനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, ഫ്രീഡം ഫ്രം, ലിബറേഷൻ ഫ്രം. 2, ഫ്രീഡം ഫോർ, ലിബറേഷൻ ഫോർ. അതായത് എന്തിൽ നിന്നോ ഉള്ള മോചനം, എന്തിനു വേണ്ടി ഉള്ള മോചനം. നമ്മൾ സാധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. പക്ഷെ ചോദ്യം, എന്തിന് സ്വാതന്ത്ര്യം? എന്തിനാണ്? ഫോർ വാട്ട്? ഫ്രീഡം ഫ്രം, ഫ്രീഡം ഫോർ വാട്ട്? അപ്പോൾ ഈ 2 തലമുണ്ട് സ്വാതന്ത്ര്യത്തിന്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, ഫ്രീഡം ഫ്രം. അടുത്ത ചോദ്യം, എന്തിന്, എന്താവാൻ? അതിന് ഉത്തരമാണിത്. സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ചത് പുരോഹിത രാജ്യം ആവാനാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം മോചിപ്പിച്ചത് പുരോഹിത രാജ്യം ആവാനാണ് എന്ന് ആവർത്തിക്കുന്ന കുറേയധികം വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. മോശ ഫറവോയുടെ അടുത്ത് പോവുകയാണ്. പുറപ്പാട് അധ്യായം 5. മോശ ഫറവോയുടെ അടുത്ത് എന്ന് 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എൻ്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ എന്തിനാണ് വിട്ടയക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കാൻ. താഴെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങളെ വിട്ടയക്കുക. അപ്പോൾ ഫറവോ എന്തിനാണ് വിട്ടയക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കാൻ. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അങ്ങനെ ഫറവോയോട് മോശ പറയുന്നത് നമ്മൾ കാണുകയാണ്. അത് ഇനി നമ്മൾ കാണുന്ന 7-ാമത്തെ അധ്യായത്തിലാണ്. 7-ാം അധ്യായം 16-ാം വാക്യം, നീ അവനോട് പറയണം, എബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. കണ്ടോ, വിട്ടയക്കുന്നത് എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാനാണ്. ഇനി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കാണാൻ പറ്റും. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണും, കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പോൾ എന്തിനാണ് സ്വാതന്ത്ര്യം? ഫ്രീഡം ഫോർ, ദൈവത്തെ ആരാധിക്കാനാണ്. ഇനി 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും, എബ്രായരുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇനി 9:13 വരുമ്പോൾ വീണ്ടും കാണാൻ പറ്റും, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. 10-ാം അധ്യായത്തിൽ കാണാൻ പറ്റും, 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, എന്നെ ആരാധിക്കാൻ
എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ കണ്ടോ എത്ര തവണയായി. എന്തിനാണ് സ്വാതന്ത്ര്യം? ദൈവം എന്തിനാണ് നമ്മളെ മോചിപ്പിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്തെങ്കിലും പാപത്തിൽ നിന്നോ രോഗത്തിൽ നിന്നോ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നോ വീട്ടിലെ വഴക്കിൽ നിന്നോ മക്കളുടെ ദുർനടപ്പിൽ നിന്നോ അല്ലെങ്കിൽ അപമാനത്തിൽ നിന്നോ എന്തിൽ നിന്നെങ്കിലും ദൈവം നമ്മളെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം ഇതാണ്, എന്തിനു വേണ്ടി? ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, നമ്മൾ ആരാധകരായി മാറാനാണ്. സോ ദിസ് ഈസ് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, ദാറ്റ് ഓഫ് എ വർഷിപ്പർ. ആരാധിക്കാൻ. വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ മനോഹരമായ ഒരു രംഗമുണ്ട്. അതായത് അദ്ദേഹത്തിന് ഏതാണ്ട് 10 വർഷത്തോളം മേലധികാരികളിൽ നിന്ന് വിലക്കുണ്ടായി. പരസ്യമായിട്ട് കുർബാന അർപ്പിക്കാൻ വിലക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കുമ്പസാരം കൊടുക്കാൻ വിലക്ക്. അതുപോലെ പബ്ലിക്കായി സർവീസുകൾ ഒക്കെ നടത്താൻ വിലക്ക്. അപ്പോൾ അങ്ങനെ ആ വിലക്ക് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ മനോഹരമായൊരു രംഗമുണ്ട്. തൻ്റെ മേലധികാരികൾ തനിക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ആ കത്ത് അദ്ദേഹം വായിക്കുന്ന ആ രംഗത്ത് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഉരുണ്ട് കവിളിലൂടെ താഴേക്കൊഴുകി ഈ പേപ്പറിലേക്ക് വീഴുമ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആരാധിക്കാൻ വിലക്കുണ്ടോ? ആരാധിക്കുന്നതിന് വിലക്കില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയും, ഐ ഒബേ, നിങ്ങളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. പ്രതിഷേധമില്ല, സമരമില്ല, കൊടിപിടിക്കലില്ല, എതിർപ്പുകളില്ല, സംഘം ചേരലില്ല, മുദ്രാവാക്യം വിളികളില്ല, മുഖത്ത് വെറുപ്പ് പ്രകടമാക്കി നടക്കാനില്ല. ഞാൻ സന്തോഷവാനാണ്, കാരണം എനിക്ക് ആരാധിക്കുന്നതിന് വിലക്കില്ലല്ലോ. ദാറ്റ് ഈസ് സോ ക്ലോസ് ടു മൈ ഐഡൻറ്റിറ്റി. അതെന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നവരെ എനിക്ക് പ്രശ്നമില്ല. അപ്പം നമ്മുടെ വാട്ട് ഈസ് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി? വർഷിപ്പറാണ്. നമുക്ക് വേറെ ഏത് കാര്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയാലും നമുക്ക് സങ്കടമില്ല. നമ്മൾ ആരാധകരല്ലാതായി മാറരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്ര നമ്മൾ നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരാണ്? നമ്മൾ ആരാധകരാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവം വിളിച്ചവരാണ്. സോ ഗോഡ് ഈസ് പ്രയോറിറ്റി നമ്പർ 1. എന്താണ് വർഷിപ്പ് എന്നറിയാമോ? ദൈവത്തെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത് വെക്കുന്നതിൻ്റെ പേരാണ് ആരാധന. പുട്ടിങ് ഗോഡ് ഇൻ പ്രയോറിറ്റി നമ്പർ 1 ഈസ് വർഷിപ്പ്. ദൈവത്തെ ഹൃദയത്തിൽ 1-ാം സ്ഥാനത്ത്. പണമല്ല, സ്ഥാനമാനങ്ങളല്ല, ലോകമല്ല, അംഗീകാരങ്ങളല്ല, നേട്ടങ്ങളല്ല, യാത്രകളല്ല, വേറൊന്നുമല്ല. ദൈവമാണ് ഒന്നാമത്തേത്. ദൈവത്തിൻ്റെ മുമ്പിൽ ബാക്കിയെല്ലാം രണ്ടാമത്തേതാണ് എന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആരാധന. പല ആളുകളും വിചാരിച്ചിട്ടുണ്ട് ആരാധന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ വാക്കുകൾ പറയുന്നതാണെന്ന്. പ്രാർത്ഥിക്കുന്നതാണ്, പാടുന്നതാണ്. അല്ല, നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ച് വായിച്ചാൽ വർഷിപ്പ് ഈസ് നോട്ട് ആൻ ആക്ഷൻ ബട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. അതൊരു പ്രവൃത്തിയല്ല, അതൊരു മനോഭാവമാണ്. ദൈവം ഒന്നാമത്, ഹൃദയത്തിൽ ഒന്നാമത്. ദൈവമാണ് ഏറ്റവും വലുത്, ദൈവത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ആരാധകരാണെന്നുള്ള ഐഡൻറ്റിറ്റി ഉള്ളതുകൊണ്ട്, അതായതുകൊണ്ട് നമ്മുടെ ടേക്ക് അവേ എന്താണ് ഇതിൽ നിന്ന്? എന്താണെന്നറിയാമോ? നമ്മൾ വിശുദ്ധ കുർബാനയിലാണ് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നത്. കാരണം കുർബാനയാണല്ലോ ആരാധന. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് ഓരോ കുർബാനയും നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തിരിച്ചു തരികയാണ്. നമ്മൾ നമ്മുടെ യഥാർത്ഥ സത്ത, സ്വത്വം, തനിമ, ഐഡൻറ്റിറ്റി കണ്ടെത്തുകയാണ്. നമ്മളായി മാറുന്നത് കുർബാനയിലാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമുക്കൊരു പുറത്തുള്ളൊരു ചടങ്ങല്ല, നമ്മളിലെ യഥാർത്ഥ നമ്മളെ സൃഷ്ടിക്കുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയ ഒരു ബോധ്യമായിട്ട് വെക്കാൻ ഞാൻ നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ
ആവശ്യപ്പെടുകയാണ്. അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന അത്രയും നമ്മുടെ ഒരു രക്തത്തോടും നമ്മുടെ ആത്മാവിനോടും ചേർന്നിരിക്കുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, മടുക്കരുത്. വലിയ ദൈവകൃപകൾ പ്രാപിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് നിങ്ങൾ ഇത്തരം ശുശ്രൂഷകളെല്ലാം ഇത് വചനം കേൾക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കണം. കുറേ ഇരുന്ന ദിവസങ്ങളിലൊക്കെ കർത്താവിനോട് ഹൃദയം കൊണ്ട് ചേർന്നിരിക്കണം. ദൈവകാര്യങ്ങൾ, മറ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റീൽസ് ഇതെല്ലാം മാറ്റണം ഈ ദിവസങ്ങൾ. എന്നിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ശ്രദ്ധ മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നല്ലപോലെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ദൈവഭയം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. അതാണ് വാല്യൂ. ഇന്നത്തെ നമ്മൾ വെർച്യു, പുണ്യം, ഇത് നമ്മൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടത് ദൈവഭയം. ദൈവഭയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആത്മീയ വളർച്ച പെട്ടെന്നുണ്ടാവും. ദൈവഭയം. അപ്പോൾ ഒഴിവാക്കേണ്ട തിന്മ എന്താണ്? ആത്മീയ ലാഘവത്വം, ലാഘവബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു ഉദാസീനത, എല്ലാ കാര്യങ്ങളിലും ലാഘവബുദ്ധി, അതായത് എല്ലാ കാര്യത്തോടും ഒരു താല്പര്യക്കുറവ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറി ദൈവഭയം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രമിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഒരു 15 മിനിറ്റ് ഒരു നിശബ്ദത പാലിച്ച് ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ആ ഫോണെല്ലാം മാറ്റി വെക്കണം. എന്നിട്ട് വേറെ ഒന്നുമില്ല, ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു നിശബ്ദതയിൽ ഒരു 15 മിനിറ്റ് കർത്താവിനെ ഒന്ന് കേൾക്കാൻ, ദൈവം എന്തെങ്കിലും പറയുന്നുണ്ടോ ശ്രദ്ധിക്കാൻ, അങ്ങനെ ഒന്ന് ഏകാഗ്രമായിട്ടിരിക്കാൻ. അതാണ് ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവേ, എന്നെ യഥാർത്ഥ ആരാധകനാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ യഥാർത്ഥ ആരാധകനാക്കി മാറ്റണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആശീർവാദം ആരാധനയിൽ ഈശോ നമുക്ക് തരും. നമുക്ക് നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട മേഖല, ദൈവമേ, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങൾ ആരാധകരാണ് എന്ന സത്യം തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. കർത്താവേ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകാൻ ഞങ്ങളുടെ ഹൃദയം ഒരുങ്ങട്ടെ. അങ്ങയെ വിലമതിക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. കർത്താവിന് വേണ്ടി സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഹ്ലാദം ഉണ്ടാവട്ടെ. ദൈവം ഞങ്ങളുടെ ആനന്ദമായിട്ട് മാറട്ടെ. കർത്താവ്, ലോകത്തിൽ, ലോകവസ്തുക്കളിൽ, ലോകം തരുന്ന സന്തോഷങ്ങളിലൊക്കെ അഭിരമിക്കാതെ ദൈവത്തെ തേടാൻ ഞങ്ങളുടെ ഹൃദയം തുറന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ഇന്ന് ഞങ്ങൾ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ആത്മീയമായ ഒരു വളർച്ച ഉണ്ടാവാൻ നല്ല ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ആരാധനയിൽ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളെയും പൂർവികരെയും സമർപ്പിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വലിയ മോചനം ഉണ്ടാവാൻ, മരിച്ചുപോയവർക്ക് ആശ്വാസം കിട്ടാൻ ഈ സമയത്ത് ഈ ആശീർവാദത്തിൽ അവരെയും പ്രത്യേകം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ ആരാധകരായി മാറുന്നതിന് നിങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും ദൈവമായ കർത്താവ് സജ്ജീകൃതമായ അവിടുത്തെ ആലയമാക്കി മാറ്റട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നിങ്ങളിൽ നിറയട്ടെ. ദൈവ തേജസ്സുള്ളവരായി നിങ്ങൾ മാറട്ടെ. ആത്മീയമായ കാര്യങ്ങൾക്ക് വില കൽപ്പിക്കാൻ ഉതകുന്ന ആത്മാവിൻ്റെ ഫാക്കൽറ്റികൾ നിങ്ങളിൽ തുറക്കപ്പെടട്ടെ. കർത്താവുമായി ലയിച്ചു ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ഉത്സാഹവും അഭിഷേകവും ഉണ്ടാവട്ടെ. നിങ്ങളുടെ മരിച്ചുപോയവർക്ക് നല്ല ആശ്വാസവും പ്രത്യാശയും വിമോചനവും ഉണ്ടാവട്ടെ. യേശുവിൻ്റെ തിരുശരീരത്തിൻ്റെ യോഗ്യതകളാൽ തന്നെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.